മഞ്ചേശ്വരം മുതൽ പാറശാല വരെയുള്ള 140 നിയോജക മണ്ഡലങ്ങൾ, 14 ജില്ലകൾ. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കം കോൺഗ്രസ് ആരംഭിച്ചു കഴിഞ്ഞു. ഓരോ നിയമസഭാ സീറ്റും പ്രത്യേക പരിഗണന നൽകിയാണ് കോൺഗ്രസ് അതിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. 10 വർഷമായി അധികാരത്തിന് പുറത്താണ് കേരളത്തിൽ കോൺഗ്രസ്. ഇത്തവണ അധികാരം പിടിക്കണം. ആവനാഴിയിലെ എല്ലാ അസ്ത്രങ്ങളും പുറത്തെടുത്താണ് കോൺഗ്രസ് അതിന്റെ പടയോട്ടം ആരംഭിച്ചിരിക്കുന്നത്. പാറശാല നിയോജക മണ്ഡലം മുതൽ മഞ്ചേശ്വരം വരെയുള്ള മുഴുവൻ നിയോജക മണ്ഡലത്തിലും കോൺഗ്രസിന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്കാണ് കോൺഗ്രസ് രൂപം നൽകുന്നത്. സംസ്ഥാനത്ത് അതിശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് പിണറായി വിജയനും ഇടതുമുന്നണിക്കെതിരെയുമുള്ളത്. വിദ്യാർത്ഥികളുടെ ഭാവി അവതാളത്തിലാക്കിയ, യുവാക്കൾക്ക് തൊഴിൽ ഇല്ലാതാക്കിയ, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരെ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ നിർബന്ധിതരാക്കിയ, തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടമാക്കിയ, സർവമേഖലയിലും അഴിമതിയുടെ കൂത്തരങ്ങാക്കി മാറ്റിയ, ശബരിമല അയ്യപ്പന്റെ സ്വർണം വരെ കൊള്ളയടിച്ച സർക്കാരിനെതിരായ പ്രതിഷേധം വോട്ടായി മാറുമെന്ന ഉറച്ച പ്രതീക്ഷയാണ് കോൺഗ്രസിനുള്ളത്.